എന്നോട് താല്പര്യമുള്ളവരോട് പറയുകയും ചെയ്തു. പുള്ളി വിചാരിച്ചിരിക്കുന്നത് ആറന്മുള മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കും, അന്ന് മന്ത്രിയാകും എന്നും ധരിച്ചു. ഈ KCR മലർന്നു കിടന്ന് തുപ്പുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പുള്ളിയാ മലർന്നു കിടന്ന് തുപ്പുന്നത്. പ്രകാശ് ബാബുവിന് പ്രകാശ് ബാബുവിന് നല്ല കേടൊക്കെയാണ്. പ്രകാശ് ബാബു ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. അടുത്ത സമ്മേളനത്തിൽ പ്രകാശ് ബാബുവിനെ അതേ കമ്മിറ്റി തന്നെ വിഭാഗിതയില്ലാതെ ഒഴിവാക്കി. അപ്പോൾ പ്രകാശ് ബാബു എന്താണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഇന്നലെ ഈ പറഞ്ഞ ഈ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഈ സ്റ്റാലിന് പിന്തുണ കൊടുക്കുന്ന ജില്ലയിലെ നേതാക്കന്മാർ വല്ലതും ഉണ്ടോ? എന്താണ് അയാൾ ഇത്രയും അധികാരം? സ്റ്റാലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന് വികസനത്തോട് അൽക്കം കൊടുത്ത മൂലൂർ എന്ന് പറയുന്നത് സ്റ്റാലിന് പുച്ഛമാണ്. ഞാനതാ പറഞ്ഞത്. അവൻ ചരിത്രം അറിയില്ല, പത്രം വായിക്കുകയില്ല, പുസ്തകം വായിക്കില്ല എന്ന് പറഞ്ഞത് അതാണ്. അയാൾ ഇത്രയും ഇങ്ങനെ ഓരോരോ ഇതിൽ നിൽക്കാൻ പിന്തുണയുണ്ട്. ഇത്ര മോശം ഒരാളാണെങ്കിൽ ആരുടെ പിന്തുണയിലാണ് അയാളെങ്കിൽ തുടർന്ന് പോരുന്നത് IRS കമ്മിറ്റി? ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മൂട് താങ്ങിയുടെ പാർട്ടിയാണ്. അത് പാർട്ടി നേതൃത്വം തിരുത്തണം. പാർട്ടി നേതൃത്വം തിരുത്തിയാൽ വീണ്ടും പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ആരുടെ മൂട് താങ്ങെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സഹായിക്കുന്നവർ നല്ല പാർട്ടി അംഗം, ലോക്കൽ സെക്രട്ടറി സഹായിക്കുന്ന ആൾ നല്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, അങ്ങനെയുള്ള അല്ല വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഘടകം ആയി മാറിയാൽ ഈ 1-2 മാസത്തിനകം ഞങ്ങളുടെ പാർട്ടി തിരുത്തുകയും തിരിച്ചുവരികയും ചെയ്യും. ഈ സംഘടനാ സംവിധാനം തകർന്നിട്ട് ഇത്തരത്തിൽ പിന്താങ്ങുന്നവർ മൂട് താങ്ങികൾ വളർന്നു വരുന്നതാണ്. മൂട് താങ്ങികളാണ് വളർന്നു വരുന്നത്. അതെല്ലാ ഘടകത്തിലും ഉണ്ടല്ലേ? ഞാൻ എൻ്റെ ജില്ലയിലെ കാര്യം പറഞ്ഞോളൂ. എനിക്ക് കേരളം വിട്ടൊന്നും അറിയില്ല. 75 വയസ്സിന്റെ പ്രായപരിധി വെച്ചാണോ അങ്ങൊക്കെ ഒഴിവാകുന്നത്? 75 കൊണ്ടുവന്നത് തന്നെ ഇങ്ങനെയുള്ള പലരെ ഒഴിവാക്കി കൊണ്ടുപോകാനുള്ള അല്ല, അത് നല്ല തീരുമാനം തന്നെയാണ്. പക്ഷെ നല്ല തീരുമാനമാണെങ്കിൽ പോലും അതും ആ കൂട്ടത്തിൽ ചില മൂട് താങ്ങികൾ കയറി വരുന്നുണ്ട്. ഇന്നലെ TV സ്റ്റാലിൻ പറഞ്ഞത് അങ്ങ് അച്ചടക്ക ലംഘനമാണ് കാണിച്ചത്. പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ അങ്ങ് പുറത്തു പറഞ്ഞു പരസ്യമായി. അതിന് ഒരു കാര്യം പറയാം. എനിക്കെതിരെ ഒരു പരാതിയാണ് കൊടുത്തിട്ട് ഞാനന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൽ ഞാൻ ഇപ്പോഴും ചാടിക്കളിക്കുക. പരാതി കൊടുത്ത ആള് ഒരു സുരേഷ് പേര്, ഒരു സുരേഷ് എന്ന് പറയുന്ന ആളാണ്. ആ സമയം ആ സുരേഷ്, വേറെ ഓർക്കാം, ആ സുരേഷും ഞാനും കൂടെ ഫോണിൽ കൂടെ ദൈനംദിനം ബന്ധപ്പെട്ടിരിക്കാം. ഏത് കാര്യത്തിന്? പിന്നെ ആറാട്ടുപുഴ വേല വിളിക്കട്ടെ കുടുംബ വഴിയിരിക്കുന്നു. ചില ആഭ്യന്തര തർക്കങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിലേക്കൊക്കെ നയിച്ചത്. നമുക്ക്